നല്ല ഫ്രെയിമാ മോനെ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കും. എന്തൊക്കെ ക്യാമറ ക്യാമറ എവിടെ? ക്യാമറ ഇല്ലേ? ഇത് നോക്കടോ, ഉരുളങ്കിഴങ്ങ് വരെ മുളച്ചു പോയി. ഒരു പാത്രം ഉണ്ടെങ്കിൽ കറി വെച്ച് തിന്നൂടേനോ? നല്ലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കയ്യിലെ കണ്ടന്റൊക്കെ ലോകം കാണേ. എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്ത് സാധനം ഉണ്ടായിട്ട് എന്താ? ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വിഷമം മാറൂലോ. എന്തോ അങ്ങനാണേ. ഉണ്ടായിട്ട് കാര്യമില്ല, അനുഭവിക്കാൻ കഴിയണം. നീ എന്തൊക്കെ പറയുന്നത്? പറഞ്ഞു പോവാ ചങ്ങായി. ഇപ്പൊ എനിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് വിചാരിക്കുക. വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അത് അനുഭവിച്ചാലല്ലോ അറിയുള്ളൂ. ഈ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കരുതേ. എന്താ ഈ ഇങ്ങനെ ഓരോന്ന് പറയും, കണ്ടന്റ് ഉണ്ടാവും, അവസാനം കണ്ടന്റ് കൂടും. ക്യാമറ ഇല്ലാണ്ട് അതെടുക്കാൻ നമ്മൾ കൂടും. അത് ശരിയാ. വിശപ്പിൽ ഓരോന്ന് പറഞ്ഞു പോണ ചങ്ങായി. ആ അങ്ങോട്ടൊക്കെ അതൊക്കെ ആടാ, അതാരാ? ഒരേ ക്യാമറ കാണുന്നുണ്ടല്ലോ. വാ നമുക്ക് ചോദിച്ചോക്കാം. വാ. അയാളെ കയ്യിലൊരു പാത്രം ഉണ്ടല്ലോ, നമുക്ക് ചോദിച്ചാലോ? വാ. അല്ല നിങ്ങളെന്താക്കുക? എടാ ഞാൻ ഈ പൂവ് ഇലയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വന്നതാ. നിങ്ങൾ എന്താക്കാണ്? ഞാനിതിലേക്ക് എന്തെങ്കിലും വേവിക്കാൻ കിട്ടുമോ നോക്കിയതാ. അതെന്തിന്? എന്റെ കൈമ കണ്ടന്റ് ഇല്ലടാ. എൻ്റെ കയ്യിൽ വലിയൊരു ചെമ്പുണ്ട്, അതിലിട്ട് വെക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അത് ശരി, നിങ്ങളടുത്ത് ചെമ്പുണ്ടല്ലേ, വേവിക്കാനൊന്നുമില്ലല്ലേ? ഞമ്മളടുത്ത് കണ്ടന്റ് മാത്രമേ ഉള്ളൂ, ക്യാമറ ഇല്ലാന്ന്. നമ്മളടുത്തുള്ള സാധനങ്ങൾ ഇത് ചെമ്പിലിട്ട് വേവിച്ചാ പോരെ? അത് മതി. അങ്ങോട്ട് തന്നാളി. അങ്ങനെയാണ് ക്യാമറകൾ കൊണ്ടുപോയിക്കോളി. ഇതൊരു നല്ലൊരു കാര്യമാണ്. ഇതാ ചെമ്പ്. എടത് കുറച്ച് നേരത്തെ നമുക്ക് കെട്ടിയിട്ടുണ്ടെങ്കിലേ ഈ ലോകം തന്നെ കീഴടക്കി. ചെമ്പ് തന്നില്ലേ, മൂപ്പര് നല്ലൊരു മനുഷ്യനാണ്. മൂപ്പര് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. നല്ലടോ. നമ്മളാണെങ്കിൽ ഇവിടെ കണ്ടന്റ് ചങ്ങായി. എന്ത് കളിക്കാണ്? ആ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ആശയങ്ങൾക്ക് ചിറക് മുളപ്പിച്ചവൻ. എനിക്ക് നല്ല സാഹിത്യം വരുന്നുണ്ട്. ആ വരി 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 വരി. നിങ്ങളെ ക്യാമറ കിട്ടിയതേ ഞമ്മക്ക് വലിയൊരു ഉപകാരമായിട്ട് കേട്ടോ. എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാനില്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നാട്ടുകാരെ കാണിക്കണം. നമ്മളെ വിശപ്പ് മാറ്റം വന്ന ദൈവദൂതന. ഞങ്ങൾ ബിരിയാണി വെക്കാൻ പോവുകയായിരുന്നു. ഞാനേ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അതെന്താ വെച്ചാലേ ക്യാമറ വിറ്റാലേ കൊടുക്കാൻ പറ്റും. ഈ ചെമ്പ് വിറ്റിട്ട് വേണം ആ പൈസ കൊടുക്കാൻ. നേടി എന്ന് തോന്നിയ നിമിഷം മാഞ്ഞാലും പ്രതീക്ഷയുടെ വാതിൽ ഇനിയും തുറന്നിരിക്കുന്നു. നമുക്കായി വന്നത് ചിലപ്പോൾ നമ്മുടെ സ്വന്തമാകാനല്ല, നമ്മുടെ വെളിച്ചം തെളിയിക്കാൻ മാത്രം. കൈവിട്ടുപോയ ഉപകരണങ്ങൾ സ്വപ്നങ്ങൾ കൊണ്ടുപോയില്ല, അത് കൂടുതൽ ശക്തിയായി ജ്വലിപ്പിക്കാൻ നമ്മെ പഠിപ്പിച്ചു.